റമദാൻ മാസം നമ്മളടുത്തേക്ക് എത്ര പെട്ടെന്നല്ല എത്തിയത്. ഇന്ന് നോമ്പിന്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഉച്ചക്ക് 2:30 ആയപ്പോൾ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി രാത്രി 7:00 വന്നാൽ മതി ഷോപ്പിലേക്ക്. ഇപ്രാവശ്യത്തെ നോമ്പ് തോർക്ക് ഞങ്ങൾ 4 ആളാട്ടോ ഉള്ളത്. അങ്ങനെ ഞാനും ഫവാസും കൂടി സൂപ്പർ മാർക്കറ്റിലേക്ക് വന്ന് നോമ്പ് തോർക്ക് ഉണ്ടാക്കേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. എന്നിട്ട് കൗണ്ടറിൽ വന്ന് ബില്ലൊക്കെ അടുപ്പിച്ച് പൈസയൊക്കെ കൊടുത്ത് പിന്നെ കോഴിക്കടയിൽ പോയി ഒരു കോയിൻ അർപ്പിച്ച് കട്ട് ചെയ്യിച്ച് വാങ്ങി. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും സാധനങ്ങളൊക്കെ ആയിട്ട് റൂമിലേക്ക് വന്ന് എന്നിട്ട് എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ച് ഒന്ന് അടുക്കി ഒതുക്കി റെഡിയാക്കി വെച്ച് ഞാൻ പോയി നിസ്കരിച്ച് വന്നപ്പോഴേക്കും ഫവാസ് വെളുത്തുള്ളി ഇഞ്ചി സവാളയൊക്കെ തോലൊക്കെ പൊക്കി റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് ചിക്കനും കഴുകി സെറ്റ് ആക്കി വെച്ചിക്കണ്. ഇനി ഫുഡ് ഉണ്ടാക്കുന്ന പണി നോമ്പ് തുറക്കാനാകുമ്പോഴേക്കും തീർക്കണം. ആദ്യം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മിക്സിയിൽ ചതച്ചെടുത്ത് എന്നിട്ട് സവാള ഗ്രൈൻഡറിലിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്ത് ഇന്ന് നമ്മൾ നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ ഉണ്ടാക്കുന്ന സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന നെയ്ച്ചോറും ചിക്കൻ കറിയും കേട്ടോ. രാത്രി വന്നിട്ട് കഴിക്കാനുള്ളതും കൂട്ടിയാട്ടോ ഉണ്ടാക്കുക. അല്ലെങ്കിൽ പിന്നെ രാത്രി വന്നിട്ട് സമയം ഉണ്ടാവില്ല ഉണ്ടാക്കാന്. രാത്രി 12:30 ഒക്കെ ആവും റൂമിലേക്ക് തിരിച്ചെത്താന്. ഈ കറി നല്ല ടേസ്റ്റിലായി കിട്ടാന് ഓരോരോ സ്റ്റെപ്പായിട്ട് വെളുത്തുള്ളി ഇഞ്ചി സവാളയും തക്കാളിയും ഒക്കെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണേ. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് അതിലൊഴിച്ച് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുള്ളൂ മസാല ഇളക്കി സെറ്റ് ആക്കി എടുക്കണം. എന്നിട്ട് മസാലയ്ക്ക് കുറച്ച് ചുടുവെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് തളിച്ചു വരുമ്പോൾ ചിക്കനും അതിലേക്ക് ഇട്ട് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി. 5 ഗ്ലാസ് അരി കൊണ്ടാട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 4 ആൾക്ക് 2 നേരം കഴിക്കാൻ അത് മതിയാവൂലേ. അങ്ങനെ പാത്രത്തിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് സ്പൈസസും സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഉപ്പിട്ട് തളിച്ചു വരാൻ വേണ്ടിട്ട് അവിടെ മൂടി വെച്ച് അപ്പോഴേക്ക് മുനീർ വന്ന് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കൽ തുടങ്ങിയിരിക്കുന്നു. വെള്ളം തളിച്ചപ്പം അരി മൊത്തമായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി അത് അവിടെ കിടന്ന് അങ്ങനെ വെന്ത് വരട്ടെ. ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കറി വെന്ത് വന്നപ്പോ കുറച്ച് മല്ലിച്ചപ്പൂട്ട് ഗ്യാസ് ഓഫ് ആക്കി അവിടെ മൂടി വെച്ച് അപ്പോഴാണ് ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഹാളിൽ പോയിരുന്ന് നോമ്പൊക്കെ തുറന്ന് ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു ഓറഞ്ച് ജ്യൂസും ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ചതിന് ശേഷം വേഗം പോയി നിസ്കരിച്ചൊക്കെ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കോഴി മുളകിട്ട കറിയും കൂട്ടി നെയ്ച്ചോറൊക്കെ തിന്ന് സംഭവം അടിപൊളി ആയിക്കിന്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഷോപ്പിലേക്ക് തന്നെ പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.